തെരഞ്ഞെടുപ്പാവുമ്പോൾ സ്ഥാനാർത്ഥികൾ വീട്ടിലെത്തുന്നതും വാഗ്ദാനം നൽകുന്നതും പതിവ് കാഴ്ചയാണ്. എന്നാൽ പൂനെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ കേട്ടാൽ ഞെട്ടും. റോഡ് നന്നാക്കാമെന്നോ പൈപ്പ് പണിയാമെന്നോ വാഗ്ദാനം നൽകുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണാറുണ്ട്. എന്നാൽ വാഗ്ദാനം നൽകുന്നതിൽ വ്യത്യസ്തരാവുകയാണ് പൂനെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ. തിരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വോട്ടർമാർക്ക് SUV കാറും വിദേശയാത്രയും സ്വർണ്ണാഭരണങ്ങളും സാരികളുമാണ് സ്ഥാനാർത്ഥികൾ വാഗ്ദാനം ചെയ്യുന്നത്. ലോഹ്ഗാവ് ധനോരി വാർഡിലെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ ലക്കി നറുക്കെടുപ്പ് വഴി 11 വോട്ടർമാർക്ക് 2.5 സെന്റ് ഭൂമി വീതം നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിന്റെ രജിസ്ട്രേഷനും അദ്ദേഹം ആരംഭിച്ചു. വിമൻ നഗറിലെ ഒരു സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം ദമ്പതികൾക്ക് തായ്ലൻഡിലേക്ക് 5 ദിവസത്തെ ആഡംബര യാത്രയാണ്. നറുക്കെടുപ്പ് വഴി SUV കാറും ഇരുചക്ര വാഹനങ്ങളുമെല്ലാം മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തയ്യൽ മെഷീനുകളും സൈക്കിളുകളും സമ്മാന പട്ടികയിലുണ്ട്. സ്ത്രീ വോട്ടർമാരെയും വീട്ടമ്മമാരെയുമാണ് സ്ഥാനാർത്ഥികൾ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നത്. ഇവർക്കായി ആയിരക്കണക്കിന് പൈത്താണി സാരികളാണ് വിതരണം ചെയ്തത്. സ്വർണമോ വെള്ളിയോ ഉപയോഗിച്ച് തുണിയിൽ നേരിട്ട് തുന്നിച്ചേർക്കുന്ന കൈകൊണ്ട് നെയ്തെടുക്കുന്ന സിൽക്ക് സാരികളാണ് പൈത്താണി സാരികൾ. എന്തായാലും ഈ വാഗ്ദാനങ്ങളിൽ സ്ഥാനാർത്ഥികൾ വീഴുമോ എന്നാണ് ആകാംക്ഷ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.